ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്ന് ഇച്ചിരി ബിസി ആയിരുന്നു കേട്ടോ. ഇന്ന് എനിക്കൊന്ന് KSFE പോകണമായിരുന്നു, അക്ഷയയിൽ പോകണമായിരുന്നു. അങ്ങനെ കുറച്ച് തിരക്കായിരുന്നു. പക്ഷേ അക്ഷയയിൽ പോയിട്ട് കാര്യം നടന്നില്ല കേട്ടോ. എനിക്കൊരു ഇൻകം സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പോയതാണ്. പക്ഷേ അത് നടന്നില്ല. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചെങ്കിൽ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇന്ന് എനിക്കൊരിടം വരെ പോകേണ്ടതുണ്ട്. വേറെങ്ങല്ല എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷം പോകുന്നുണ്ടുള്ളൊരു കുറേ നാളെന്ന് വെച്ചാൽ കഴിഞ്ഞ സാറ്റർഡേ പോയില്ല, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ സാറ്റർഡേയ്സും പോവും, സൺഡേ തിരിച്ച് വരിക ചെയ്യുന്ന. ഇത് കഴിഞ്ഞ സാറ്റർഡേ പോയില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്നതുകൊണ്ടുള്ള ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ നമുക്കല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മളിങ്ങനെ മറ്റിടത്ത് നിന്ന് നമ്മളെ വീട്ടിലോട്ട് പോകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ പിന്നെ ചായയൊക്കെ ഇട്ട് ചായ ഇട്ട് കുടിക്കാനായിട്ട് ഞാൻ അടുക്കളയിൽ കയറിയപ്പം ഉച്ചത്തെ പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി വെച്ചിട്ട് ചായ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മോന് കൂടെ നിന്ന് വാഷ് ചെയ്ത് പറ്റും. അങ്ങനെ പിന്നെ അവൻ്റെ ഒരു സന്തോഷത്തിന് അവൻ വാഷൊക്കെ ചെയ്ത് ഞാൻ ചായയും കുടിച്ചു. അത് കഴിഞ്ഞ് അവനെ റെഡിയാക്കിയൊക്കെ നിർത്തി ഞാൻ റെഡിയായി. അപ്പോഴേക്കും ചേട്ടായി പഠിക്കാൻ പോയിരുന്നു. ചേട്ടായി പഠിച്ചിട്ട് വന്നു. പിന്നെ ചേട്ടായും റെഡിയായി, ഞങ്ങളങ്ങ് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകാനായിട്ട് ഇറങ്ങാത്ത ഗണേശൻ നല്ല വിഷമമായിരുന്നു കേട്ടോ. അവർക്ക് വെക്കേഷനല്ലേ ഇപ്പം, അവർ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അവർക്കൊരു വിഷമമായിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ആറ്റിങ്ങലാണ് എൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ആ കല്ലമ്പലം എത്തിയപ്പോഴത്തേക്കും അമ്മാമ്മ വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അമ്മാമ്മയ്ക്ക് നോർമലി ഈ കറുമുറുപ്പുള്ള സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അമ്മാമ്മ വന്നതല്ലേന്ന് ചോദിച്ചാൽ അമ്മാമ്മയ്ക്ക് നമ്മൾ കേക്ക് ടോസ്റ്റ് ചെയ്ത കണക്കത്തൊരു റസ്ക് ഉണ്ട്, അത് അമ്മാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അമ്മാമ്മയ്ക്ക് അത് മേടിക്കാം. അപ്പോൾ അത് കല്ലമ്പലത്ത് എനിക്കറിയാവുന്നൊരു കടയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ വർക്കല റോഡിലോട്ടുള്ളൊരു കടയാണ്. അങ്ങനെ വർക്കല ആ ആർച്ച് മറ്റേ നമ്മളെ ശിവഗിരിയിലെ ആർച്ചാണ് കേട്ടോ, ഉത്സവത്തിൻ്റെ. അപ്പോൾ ഞങ്ങൾ വർക്കല റോഡിലോട്ട് പോയി ആ ഷോപ്പിൽ കയറി എന്നാൽ അത് മേടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്കും റോഡിലെങ്ങും വണ്ടി ഇവിടുന്നേ സൈഡാക്കാമെന്ന് വെച്ച് വേറെ നോക്കാറ് സൈഡാക്കാനേ പറ്റുന്നില്ല. കാരണം അത്യാവശ്യം റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ അങ്ങനെയാണല്ലോ, നല്ല തിരക്കായിരിക്കുമല്ലോ. പിന്നെ എങ്ങനെയെങ്കിലും ഒരു സ്പേസ് കണ്ടുപിടിച്ച് അവിടെ വണ്ടി സൈഡാക്കി. എന്നിട്ട് ചേട്ടായാണ് പോയി മേടിക്കാൻ പോയ കാര്യം. നല്ല മോളും കയ്യിലിരിപ്പുണ്ടായിരുന്നു. പിന്നെ മോന് അതിൽ നിന്ന് ബഹളമായിട്ട് കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ കാണുന്ന കടയാട്ടോ. അങ്ങനെ പിന്നെ വണ്ടി സൈഡാക്കിയിട്ട് ചേട്ടായി മേടിക്കാനായിട്ട് മേടിക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ആ സാധനം ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ റസ്ക് ടോസ്റ്റ് ചെയ്തുണ്ടല്ലോ, അതാണ് മേടിച്ചത്. അതും പിന്നെ മേടിച്ചെന്തോ കേക്ക് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ആറ്റിങ്ങിൽ ഞാനൊരു ഷോപ്പ് നോക്കി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ആറ്റിങ്ങിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അത് മേടിച്ചിട്ട് ചേട്ടായി വരുന്നപ്പോഴും ചേട്ടായി മേടിക്കാൻ പോയപ്പോൾ ഞാനും മോനും കയറിയിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയതാണ്. പക്ഷേ അവൻ അലമ്പാക്കി. അവൻ ഫോട്ടോ എടുക്കാൻ ഞാൻ വിളിക്കുമ്പോഴത്തേക്കും അവൻ്റെ കുറേ അഭിനയവുമായിട്ട് നിന്ന് അവൻ ഫോട്ടോ എടുക്കാൻ അനുവദിച്ചില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ഫോട്ടോ എടുക്കേണ്ട, കുറച്ച് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാനും അവനും കുറച്ച് ആസ്വദിച്ചിരുന്ന വീഡിയോ എടുത്ത്. അത് കഴിഞ്ഞ് ചേട്ടായി വന്ന് പിന്നെ നമ്മൾ ആറ്റിങ്ങ റോഡിലോട്ട് കയറി. അപ്പോഴത്തേക്കൊണ്ട് ചേട്ടായി ലഡു മേടിച്ചിട്ടുണ്ട്, വന്ന് കാറിയിരുന്ന് കഴിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ. പിന്നെ ഞങ്ങൾ ലഡുവും കഴിച്ച് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ആറ്റിങ്ങൽ എത്താറൊക്കെ ആയപ്പം ഒരുവിധമൊക്കെ തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങി. അങ്ങനെ നമ്മൾ CSI ചർച്ച കേട്ടോ, ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെയാണ്. അപ്പോഴത്തേക്കും അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ കച്ചേരിയുടെ എത്തിയപ്പോഴത്തേക്കും കല്യാണത്തിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. കുറേ നേരം ഇങ്ങനെ ട്രാഫിക്കിൽ ഇങ്ങനെ ഇഴഞ്ഞാൽ പോയെ. അത് കഴിഞ്ഞ് ഞങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങ് നീങ്ങി പോയപ്പോൾ അവിടെ ഷോർട്ട് കട്ട് ഉണ്ട്. പക്ഷേ ആ റോഡ് കയറിയില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ കേക്കിൻ്റെ ഷോപ്പിൽ കയറണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആക്ച്വലി ഇതുവഴി ഷോർട്ട് കട്ട് കയറാമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് കേക്കിൻ്റെ ഷോപ്പിൽ കയറണം, അതുകൊണ്ട് നമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വഴി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നേരെ ആ റോഡ് പിടിച്ച് അങ്ങനെ നമ്മളിങ്ങനെ പോകാൻ നേരത്തുണ്ട് നമ്മൾ മഞ്ഞൾ ജ്വല്ലറിയുടെ അവിടെ പുതിയൊരു ഷേക്കിൻ്റെ ഷോപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു അവിടെ ഇറങ്ങിയാലോ എന്നിങ്ങനെ ആലോചിച്ചു. പക്ഷേ അപ്പോഴേക്കും മോള് നിർബന്ധമായി കേട്ടോ. അങ്ങനെ പിന്നെ ഇറങ്ങിയില്ല, അവൾക്ക് പാലിന് വേണ്ടി കരയാൻ തുടങ്ങി. അങ്ങനെ വെച്ചെങ്കിൽ പിന്നെ അത് വേണ്ട എന്ന് കരുതി. ഇത് നമ്മളെ സ്വയംവരയാണ്. ഇവിടെ നിന്നാണ് മോസ്റ്റ്ലി എന്നല്ല, ഞങ്ങളെപ്പോഴും ഡ്രസ്സ് എടുക്കുന്നത് അവിടെ നിന്നാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തുമാണ്, അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ട്. ഇത് നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡാണ്, ഫ്രണ്ട് സൈഡ് അപ്പുറത്തെ സൈഡിലാട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനിങ്ങനെ പറയുക, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ, അതല്ലേ നമ്മളൊരു സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയെന്ന് എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാമല്ലോ. അങ്ങനെ ഇത് നമ്മൾ ആലുവ ബേക്കറി, ഇവിടെ നല്ല സൂപ്പർ അലുവ കിട്ടും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാബാസ്, ഇവിടെ ബഡായ് ബസാർ, ബാബാസ് അല്ല ബഡായ് ബസാർ, അവിടെ ഒരുപാട് ക്രിസ്മസിൻ്റെ കളക്ഷൻസ് സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് തന്നെ ഇറങ്ങുന്നതായിട്ടായിരുന്നു വെച്ചപ്പോൾ ചേട്ടൻ നീ ഒന്നുകിൽ കൊച്ചിൻ്റെ കരച്ചിൽ തീർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് കേക്ക് പിടിക്കാൻ ഇറങ്ങാൻ നോക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചെങ്കിൽ പിന്നെ അവളെ കരച്ചിൽ നിർത്താം. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അവൾക്ക് പാലും കൊടുത്തിരുന്നപ്പോൾ നമ്മൾ മോഡേൺ ബേക്കറി എത്തി. അയ്യോ എന്താ, എനിക്ക് ആദ്യമായി ഞാൻ ഷാർജ കുടിച്ച ബേക്കറി, എന്താ പറയുക, ഞങ്ങളെ കുട്ടിക്കാലം മുതലേ കയറിപ്പോയിട്ടുള്ള ഒരേ പരിചയമുള്ള, ഏറ്റവും കൂടുതൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ബേക്കറി കേട്ടോ. അങ്ങനെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞ മറ്റേ കേക്ക് ഷോപ്പ്. അപ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് വന്നപ്പോൾ കേക്ക് ഷോപ്പ് എത്തി. അവിടെ കയറിയപ്പോൾ എൻ്റെ കണ്ണ് തന്നെ മഞ്ചിച്ചു പോയി കേട്ടോ. ഇത്രയും പ്ലം കേക്ക്സിൻ്റെ എന്താ പറയുക, അങ്ങ് പ്ലം കേക്കിൻ്റെ ഒരു അയ്യര് കളി തന്നെയായിരുന്നു. അത്രയും പ്ലം കേക്ക്. അങ്ങനെ ഞാൻ ശരിക്കും ഒരുപാട് കോംബോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോനെ കയറി ഉടനെ ജ്യൂസെന്നും പറഞ്ഞു പോയി. അപ്പോൾ അവന് ചെറിയൊരു ചുമയും ഒരു പനിയുടെ ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ജ്യൂസ് എടുത്ത് കൊടുത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഐസ്ക്രീം കേക്ക്, പ്ലം കേക്ക്, അങ്ങനെ ഒരുപാട് കേക്കുകളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ ശരിക്കും അതിശയം തോന്നി. അങ്ങനെ ഞങ്ങളതിൽ നിന്ന് പ്ലം കേക്ക് എടുത്തായിരുന്നു കേട്ടോ. റിച്ച് ഫ്ലേവർ എന്ന് പറഞ്ഞിട്ടൊരെണ്ണം എടുത്തായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വന്നിട്ട് ഈവനിങ് തന്നെ നല്ല നൈറ്റ് വന്ന് കട്ട് ചെയ്തായിരുന്നു. പക്ഷെ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ സാൻഡേ കണ്ടപ്പോൾ മോൻ അമ്മ സാൻഡ വണ്ടി നിർത്തുമ്പോൾ നമുക്ക് ഇറങ്ങാം, നമുക്ക് സാൻഡേ കണ്ടിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മാമ്മ വീട്ടിൽ സാൻഡ വന്നിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി കാണാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പോൾ ഇത് നമ്മൾ ബൈപ്പാസിൻ്റെ പണി നടക്കുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ചേട്ടായുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ചേട്ടായി പതിവായിട്ട് ഡിസൈഡാക്കിയപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇനി റോഡിലോട്ട് വരാമായിരുന്നു. അപ്പോൾ വന്ന് ഇച്ചിരി നേരം ചേട്ടായി അവനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കാശിയുടെ പാർക്ക് ഇവിടെ അടുത്താണ്. അപ്പോൾ കാശി പറഞ്ഞു അച്ഛാ നമുക്ക് പാർക്കിൽ പോകാമെന്ന് പറഞ്ഞ് കുറച്ച് നിർബന്ധം കാണിച്ച്. അപ്പോൾ ചേട്ടായി പറഞ്ഞു പാർക്ക് ക്ലോസ് ചെയ്ത് നാളെ ഓപ്പൺ ആവും എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാട്ടെ. അപ്പോൾ വീടെത്താറാകുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഭയങ്കര ആകാംക്ഷയിലെയോ എത്താറായി. കാശി അപ്പോഴേ വിളിക്കാൻ തുടങ്ങി, അമ്മാമ്മ എത്താറായി എന്നും പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി കേട്ടോ. ഈ വളവ് തിരിയുമ്പോഴേ കാശിക്കറിയാം നമ്മളെ വീടെത്താറായി എന്നുള്ളൊരു ആ ഒരു ഉള്ളിലൊരിതാണ്. അങ്ങനെ അല്ലെങ്കിലും നമുക്ക് നമ്മളെ സ്ഥലത്തുമ്പോൾ പിന്നെ നമ്മളും വേറൊരാളാവുമല്ലോ. അങ്ങനെ ഇത് നമ്മളെ മുള്ളിയങ്കാവ് ക്ഷേത്രം കേട്ടോ. എനിക്ക് ഭയങ്കര വിശ്വാസം കേട്ടോ. ഇവിടെ ഞാൻ വന്ന് തൊഴുമ്പോഴൊക്കെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എനിക്ക് അമ്മ സാധിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല വിശ്വാസമുള്ള ക്ഷേത്രമാണ്. അപ്പോൾ എൻ്റെ വീടെത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാശിക്കാണെങ്കിൽ ഇവിടെയൊക്കെ കണ്ടപ്പോഴേ കാശി പറഞ്ഞു ഹായ് അച്ഛാ അമ്മമ്മ വീട് എത്തി എന്നേ വിളിക്കുന്നുണ്ടായിരുന്നു അവൻ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഈ വളവ് തിരിയുമ്പോഴത്തേക്കും ഞങ്ങളെ വീടെത്തി കേട്ടോ. എത്തിയെന്ന് പറയാൻ പറ്റില്ല, ഈ വളവ് തിരിഞ്ഞ് 2-3 വീട് കഴിയുമ്പോൾ ഞങ്ങളെ വീടെത്തി. അങ്ങനെ ഞങ്ങൾ വീടെത്തിയപ്പോഴത്തേക്കൊണ്ട് അച്ഛനാണെങ്കിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് നിന്ന് കാണാമെന്ന് അച്ഛൻ ഒന്ന് വാഷ്റൂമിൽ പോയപ്പോഴാണ് ഞങ്ങൾ കറക്റ്റ് ആ സമയത്താണ് എത്തിയത്. അപ്പോഴല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തുമ്പോഴേക്കും അച്ഛൻ വന്ന് ഡോർ ഓപ്പൺ ആക്കാറാണ് പതിവ്. പക്ഷേ ഇതൊന്നും നടന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ എത്തിയതും അച്ഛൻ വാഷ്റൂമിൽ പോയിരുന്നു, അതുകൊണ്ട് അത് നടന്നില്ല. അങ്ങനെ ഞങ്ങൾ ചേട്ടായി തന്നെ ഇറങ്ങിപ്പോയി ഓപ്പണാക്കി. ഞങ്ങൾ പിന്നെ അകത്തോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ അകത്ത് പോയി. അപ്പം അവിടെ ചെന്നതും കാശ് ഒരു കോള് വന്നു കേട്ടോ. അതിൻ്റെ നോയ്സാണ്, ചേച്ചി വിളിച്ചതാ. അങ്ങനെ അമ്മയുടെ ഫോൺ കൊടുത്തു. അങ്ങനെ ചേച്ചി ഞങ്ങൾ വീട്ടിലായുണ്ട് അതാ. അങ്ങനെ പിന്നെ വന്നപ്പോഴേ കാശി ക്രിസ്മസ് ട്രീയും ഇവിടുത്തെ സ്റ്റാറും ഒക്കെ കൊണ്ട് ഭയങ്കര സന്തോഷമായി. ഇതെൻ്റെ അച്ഛനാണ് കേട്ടോ, അതെൻ്റെ അമ്മയും. അപ്പം ഞാൻ വന്ന ഉടനെ അച്ഛനെയും അമ്മേനെയൊക്കെ അവരങ്ങ് എടുത്ത്. പിന്നെ ഇതെൻ്റെ അമ്മാമ്മ കേട്ടോ. അമ്മാമ്മ കുറച്ച് നാൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മാമ്മ കുഞ്ഞിനെ കണ്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവളെ എടുത്ത് വെച്ച് കളിച്ച്. കാശിയാണെങ്കിൽ അച്ഛനെ കിട്ടി, അല്ലെങ്കിൽ ഈ അച്ഛനെ കാണുമ്പോൾ പിന്നെ പിള്ളേർക്കൊരു വിരളിയാണല്ലോ. കാശിക്ക് പിന്നെ ഇനി നാളെ മുതൽ അച്ഛൻ്റെ നെയ്യ് എടുത്തോളും കാശി. കാരണം അവൻ 24 മണിക്കൂറും അച്ഛാ അവിടെ പോവാ, അച്ഛാ ഇവിടെ പോവാ, അച്ഛാ വാ പോവാ എന്നും പറഞ്ഞൊക്കെ ഇരിക്കും. അനുവദിക്കത്തില്ല അച്ഛനെ വെറുതെ ഇരിക്കാൻ. അപ്പം പിന്നെ അമ്മയും അച്ഛനും ഒക്കെ അവരും രണ്ടുപേരും മാത്രമായിട്ട് ഇരുന്നിട്ട് കുറേ നാൾ കൃഷ്ണ കൊച്ചുങ്ങളെയൊക്കെ കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ പിന്നെ അവരും കുറേ നേരമൊക്കെ കൊച്ചുങ്ങളോടെ കളിച്ച് അതൊക്കെ കഴിഞ്ഞ് കാശി വന്ന് ക്രിസ്മസ് ട്രീ എങ്ങനെയെങ്കിലും ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ തവണ വെച്ച ക്രിസ്മസ് ട്രീ തന്നെയാണ് ഇതും കേട്ടോ, ഇത്തവണ വെച്ചതും. അപ്പോൾ കഴിഞ്ഞ തവണ അവന് ഒത്തിരി കൊച്ചായിരുന്നതുകൊണ്ട് അവന് അത്ര വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ ഇത് കണ്ടപ്പോൾ അവൻ എന്തൊക്കെയോ ഭയങ്കര വെപ്രാളാണ്. കഴിഞ്ഞ തവണ ഓൾറെഡി ഇതവൻ അവൻ തന്നെ വലിച്ച് തള്ളിയിട്ട് അതിൻ്റെ സ്റ്റാൻഡൊന്ന് ചെറുതായിട്ട് ബെൻഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തമ്മ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അച്ഛൻ സെറ്റാക്കി വെച്ചേക്കുക. പക്ഷെ അവൻ ഇത്തവണ അത് പൊട്ടിച്ചിടാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതൊക്കെ ചെന്ന് വലിച്ചൂരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇന്ന് പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്കും, ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ, ഇന്ന് രാവിലെ പക്ഷേ ഇന്നാണ് ഞാൻ എഡിറ്റ് ചെയ്തത് കേട്ടോ. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അവ അത് സെറ്റാക്കി എടുത്തായിരുന്നു. അപ്പോൾ ശരി എന്നാൽ.